സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാജയോഗങ്ങളിൽ മികച്ച യോഗമാണ് മാളവ്യ രാജയോഗം. ഇത് പലർക്കും ജാതകത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടെന്ന ആവശ്യമേ വരുന്നില്ല. അത്രയധികം സമൃദ്ധിയും നേട്ടങ്ങളും ആരോഗ്യമാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് മാളവ്യ രാജയോഗം. സമൃദ്ധിയും ആരോഗ്യവും മാത്രമല്ല, ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും മാളവ്യ രാജയോഗം നൽകി വരുന്നു. മാളവ്യ രാജയോഗത്തെക്കുറിച്ച് പല വിധത്തിലുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ശുക്രനുമായി ബന്ധപ്പെട്ടാണ് മാളവ്യ രാജയോഗം കൂടുതലും പറഞ്ഞു വരുന്നത്. സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദാതാവാണല്ലോ ശുക്രൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മാളവ്യ രാജയോഗം ആരുടെ ജാതകത്തിലാണോ രൂപപ്പെട്ടിരിക്കുന്നത് അവർ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ജീവിക്കുന്നത്. ആയുസ് മുഴുവൻ ഇവരുടെ ജീവിതം മികച്ചതാക്കുന്നതിന് സാധിക്കുന്നതാണ് മാളവ്യ രാജയോഗത്തിലൂടെ. മാളവ്യ രാജയോഗം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാളവ്യ രാജയോഗത്തിലൂടെ അത്ഭുതകരമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്ന യോഗമാണ്. അത് മാത്രമല്ല, നമ്മുടെ ജാതകത്തിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ ശുക്രൻ സ്വന്തം രാശിയിലോ അല്ലെങ്കിൽ മീനം രാശിയിലോ നിൽക്കുമ്പോഴാണ് മാളവ്യ രാജയോഗം രൂപപ്പെടുന്നത്. സമ്പൂർണ്ണ രാജയോഗത്തിൻ്റെ കണക്കിലാണ് മാളവ്യ രാജയോഗം രൂപപ്പെടുന്നത്. ഈ രാജയോഗം അനുകൂലമായ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. മാളവ്യ രാജയോഗം ജാതകത്തിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ യോഗമുള്ള വ്യക്തികൾ പലപ്പോഴും ആഡംബരവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം ആസ്വദിക്കുന്നവരായിരിക്കും. ഇവർ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മികച്ചവരായിരിക്കും. കൂടാതെ പ്രസക്തിയിലേക്ക് ഉയരുന്നതിനുള്ള യോഗം കാണുന്നു. കൂടാതെ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്നു. മാളവ്യ രാജയോഗം പൂർണ്ണ ആരോഗ്യം ഉറപ്പു നൽകുന്നു എന്നത് പക്ഷേ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ക്ഷേമത്തിലേക്കുള്ള പ്രവണതയെ സൂചിപ്പിക്കുമെങ്കിലും പലപ്പോഴും രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി നൽകുകയില്ല. ഇത് ജനിതകശാസ്ത്രം, ജീവിതശൈലി എന്നീ രോഗങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇത്തരം യോഗമുള്ളവരിൽ രോഗാവസ്ഥ കുറവായിരിക്കുമെന്നതാണ് സത്യം. കൂടാതെ ഇവർക്ക് എല്ലാവിധത്തിലുള്ള ഭൗതിക സുഖങ്ങളും ലഭിക്കും. ജ്യോതിഷത്തിൽ ശുക്രൻ സൗന്ദര്യം, സ്നേഹം, സുഖം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഇവർക്ക് വാഹനപ്രേമം അല്പം കൂടുതലായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും ഇവരുടെ ജാതകത്തിൽ ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും അതിൽ മുൻപോട്ട് പോകുന്നതിനും നമുക്ക് സാധിക്കും. മികച്ച ദാമ്പത്യ ജീവിതം ഈ ജാതകവശാൽ ഉണ്ടായവർക്ക് ഉണ്ട്. മാളവ്യ രാജയോഗം എന്നത് തന്നെ രാജയോഗങ്ങളിൽ എപ്പോഴും മികച്ചു നിൽക്കുന്ന ഒന്നാണ്. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഈ യോഗത്തിലുള്ളവരെ എത്തിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ രാജയോഗമുള്ളവർക്ക് സാധിക്കുന്നു. ശുക്രനെ പൊതുവെ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായിട്ടാണ് നാം കണക്കാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ നേട്ടങ്ങൾ ഓരോന്നായി മാളവ്യ രാജയോഗം ജാതകത്തിലുള്ളവർക്ക് അനുഭവത്തിൽ വരും. അത്രയധികം മാറ്റങ്ങൾ നമുക്ക് ഈ രാജയോഗം കരുതി വയ്ക്കുന്നു. ശുക്രൻ പൊതുവെ ആരോഗ്യ ഗുണം ധാരാളം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണെന്നാണ് വിശ്വാസം. പക്ഷേ രോഗങ്ങളെ വരാത്ത അവസ്ഥ നൽകാൻ ഈ ഗ്രഹത്തിന് സാധിക്കുകയുമില്ല. എന്നാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും രോഗാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനുമുള്ള കരുത്ത് നൽകുന്നതിനും ശുക്രൻ അനുഗ്രഹിക്കും. ശുക്രൻ്റെ സ്ഥാനം ശുഭമാണെങ്കിൽ അത് ജാതകത്തിൽ മാളവ്യ രാജയോഗം നൽകുകയും അതുവഴി നമുക്ക് നല്ല ആരോഗ്യകരമായ ഒരു ജീവിതം കരസ്ഥമാകുകയും സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാളവ്യ രാജയോഗത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസത്തിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിലൂടെ വരും വരെ നന്ദി, നമസ്കാരം.